ഞങ്ങൾ ഇന്ന് 2 സ്ഥലങ്ങൾ കവർ ചെയ്യാനാണ് ഇറങ്ങിയത്. ആദ്യം വന്നത് എറണാകുളം ജില്ലയിലെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കാണ്. ഇവിടെ നിന്ന് നേരെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. എറണാകുളം ജില്ലയിലെ അങ്കമാലി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 19 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം ഒന്ന് പറയാം, എന്നിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഒരു പുഴയുണ്ട്. വേനൽക്കാലത്ത് വെള്ളം കുറവുള്ള ദിവസങ്ങളിൽ ആളുകൾക്ക് ഇവിടെ പുഴയിൽ ഇറങ്ങാനും കുളിക്കാനും ഒക്കെ പറ്റും. ഞങ്ങൾ വന്ന ദിവസം നല്ല മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് പുഴയിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ നിന്ന് ഈ കാഴ്ച ഒന്ന് ആസ്വദിക്കാം. കൂടാതെ ഇവിടെ ഒരു തൂക്കുപാലമുണ്ട്. ഈ തൂക്കുപാലം ഏഴാറ്റുമുഖത്തിനെ ചാലക്കുടി പുഴയുടെ അപ്പുറത്തുള്ള തുമ്പൂർമൊഴി ഗാർഡനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നാണ്. ഇതുവഴിയായിരുന്നു നേരത്തെ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത്. ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിനും തുമ്പൂർമൊഴി ഗാർഡനും പ്രത്യേകം എൻട്രി ഫീ ആണുള്ളത്. ഏഴാറ്റുമുഖം വഴി കയറുകയാണെങ്കിൽ ഒരാൾക്ക് 20 രൂപ എൻട്രി ഫീയും, അതുപോലെ കാർ പാർക്ക് ചെയ്യാൻ 30 രൂപയും വരും. തൂക്കുപാലം കടന്ന് അപ്പുറത്തെത്തിയാൽ അവിടെയും ഒരു 20 രൂപ കൊടുക്കണം. തുമ്പൂർമൊഴി ഗാർഡൻ വഴി കയറിയാലും ഇതേപോലെ 20 40 രൂപ വരും. പുഴയിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിക്ക് നേരെ തൂക്കുപാലത്തിലേക്ക് പോവാം. വഴി മാറിപ്പോയെന്ന് തോന്നുന്നു. ഇതൊരു പാർക്കാണല്ലോ. ഏർമാടുണ്ട്, പാർക്ക്. അതാണ് തൂക്കുപാലത്തേക്കുള്ള വഴി. ഇവിടെ ഒരു ഏറുമാട് ഉണ്ടെങ്കിലും അവിടേക്ക് കയറാൻ പറ്റില്ല. ഞങ്ങൾ എവിടെ ചെന്നാൽ ഇതാണ് അവസ്ഥ. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് അടച്ചിട്ട നിലയിൽ കണ്ടത്. ആദ്യം തേക്കടിയിൽ, പിന്നെ പൊന്മുടിയിൽ, ഇപ്പം ഇവിടെ. വെള്ളം കൂടുതലാണ്, അതുകൊണ്ട് പുഴയിലും നിറക്കില്ല. വെള്ളം കുറവുള്ളപ്പോൾ കൂടെ വന്നൊരു വീഡിയോ കൂടെ എടുക്കാം. വെള്ളമൊന്നും ഇല്ലാത്ത സമയത്ത് ഇതിൽ കൂടെയൊക്കെ നടക്കാം. നടന്ന് കുറേ ദൂരം പോകാൻ പറ്റും. ആദ്യത്തേക്കൊക്കെ പോയിട്ട് അതിന് ഇഷ്ട പോലെയാണ്. അവിടെ പണ്ട് കാല് വെച്ചിട്ടുണ്ടെങ്കിൽ മീനൊക്കെ നമ്മുടെ കാലിൽ പറ്റും. ഇൻഫിനിറ്റി പൂൾ. ഇൻഫിനിറ്റി പൂൾ പോലെയുണ്ട്. ഇത് അവിടെ കുറെ പേര് കയറി നിൽക്കുന്നുണ്ട്. ആറ്റം ഇവിടുത്തെ കിണറിന് ഉരുളിയുടെ ഷേപ്പ്. ഇത് എൻട്രൻസ് ഗേറ്റ് ആണ്. ഇതിന്റെ മുകളിലേക്ക് കയറാനും പറ്റും. എൻട്രൻസിന് അവിടെ നിന്ന് നേരെ റൈറ്റ് പിടിച്ച് തൂക്കുപാലത്തിലെത്താം. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ്സും ഐസ്ക്രീം പാർലറും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എങ്ങോട്ട് നോക്കിയാലും സിൽവർ സ്റ്റോമിന്റെ പരസ്യം കാണാം. അവരുടെ തന്നെ ബുക്കിംഗ് കൗണ്ടറും ഉണ്ട് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ തൂക്കുപാലം. അപ്പുറത്ത് കാണുന്നതാണ് തുമ്പൂർമുഴി ഗാർഡൻ.
ഇവിടെ അടുത്ത് തന്നെയാണ് സിൽവർ സ്റ്റോം അമ്യൂസ്മെന്റ് പാർക്ക്, ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക്, അതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാലൊക്കെ. പിന്നെ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു അഡ്വഞ്ചർ പാർക്ക് കൂടെ ഉണ്ട്. തുമ്പൂർമൊഴി ഗാർഡനിലേക്ക് പോകുന്നതിന് മുന്നേ പാലത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഒന്ന് കാണാം. ഹൈറ്റ് പേടിയുള്ള ആളുകൾക്ക് പറ്റിയ സ്ഥലം അല്ല കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട്. തുമ്പൂർമൊഴി ഗാർഡനിലുള്ളത് കുട്ടികൾക്ക് ഉള്ള പ്ലേ ഏരിയ, പിന്നെ ഒരു ബട്ടർഫ്ലൈ പാർക്ക്, ചാലക്കുടി പുഴയും പരിസരവും വ്യക്തമായി കാണാൻ ഒരു വാച്ച് ടവർ, പിന്നെ ഒരു ഗെയിം ഏരിയ കൂടിയാണ്. ഗെയിംസിന് അഡീഷണൽ റേറ്റ് വരും കേട്ടോ. വെറൈറ്റി ഐസ്ക്രീംസ്, ചക്ക, മാങ്ങ, പേരക്ക, ഇഞ്ചി, ചിക്കു, പാഷൻ ഫ്രൂട്ട്, വാനില, ബട്ടർ സ്കോച്ച്, സ്പാനിഷ് പിസ്ത, സ്പാനിഷ് ഡിലൈറ്റ്, സ്ട്രോബെറി, ബ്ലാക്ക് കറന്റ്, ബ്ലൂബെറി, കുറേ ഉണ്ടല്ലോ. ഇതുവഴിയാണ് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കും വാച്ച് ടവറിലേക്കും ഒക്കെ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടിട്ടാൽ ഇനി വരുന്ന വീഡിയോയിൽ പോരായ്മകൾ നികത്താനായിട്ട് ഞങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് കമൻ്റ് ഇടുന്നത് കൂടെ ഒന്ന് പരിഗണിച്ചേക്കൂ. ഇതാണ് ഇവിടുത്തെ ബട്ടർഫ്ലൈ പാർക്ക്. ഈ ഒരു ഏരിയയിൽ നിറയെ പൂമ്പാറ്റകളാണ്. ഈ വഴിയുടെ റൈറ്റ് സൈഡിൽ ഒരു ഫൗണ്ടനും ലെഫ്റ്റ് സൈഡിൽ കുട്ടികളുടെ പാർക്കുമാണുള്ളത്. ഈ വിയേർഡ് ലുക്കിംഗ് കുരങ്ങനാണ് ചിൽഡ്രൻസ് പാർക്കിൻ്റെ എൻട്രൻസ്. ഞങ്ങൾ വന്ന ദിവസം നല്ല മഴയായിരുന്നെങ്കിലും മഴ തോർന്നപ്പോൾ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ വന്ന് നിൽക്കാൻ നല്ല സുഖമുണ്ട്. ബട്ടർഫ്ലൈ ഗാർഡനോട് ചേർന്ന് ഈ കാണുന്ന ഒരു ചെറിയ ഗാർഡൻ കൂടെ ഉണ്ട്.
തുമ്പൂർമൊഴി ഗാർഡനിൽ നിന്നുള്ള തൂക്കുപാലത്തിൻ്റെ വ്യൂ ഇതാണ്. ഇനി നേരെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോവാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാച്ച് ടവർ. നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകാം. വീണ്ടും മഴ പെയ്തു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ആവുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഇവിടുത്തെ ഗെയിം സെക്ഷൻ. ഇങ്ങനത്തെ ഗെയിംസ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ ജയിച്ച സമ്മാനമൊന്നും കിട്ടില്ല എന്നതാണ് വാസ്തവം. വരുന്നവരെല്ലാവരും സമ്മാനം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. 5 ബലൂൺ പൊട്ടിക്കാൻ 50 രൂപയാണ്. നാലെണ്ണത്തിൽ 4 പൊട്ടിച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ മുകളിലേക്ക് വന്ന ഇവിടെ ഈ ഒരു സ്ലൈഡ് ഉണ്ട്. തൊട്ടടുത്ത ഒരു ട്രാമ്പലിൻ കൂടെ ഉണ്ട്. അതിനും എക്സ്ട്രാ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ട്രാമ്പലിൻ്റെ മാത്രം, പാർക്കിനല്ല. ഇതിൻ്റെ മുകളിൽ വെറുതെ ഒന്ന് കയറി നോക്കാം. ഓർന്ന് ഇറങ്ങാനൊന്നും ഉദ്ദേശമില്ല, വെറുതെ കയറി നോക്കാനാണ് മുകളിലേക്ക് പോകുന്നത്. ഇവിടെ ഊർന്ന് ഇറങ്ങാനുള്ള പ്ലാനൊന്നുമില്ല.